ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. UGC നെറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ബിസിനസ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു മോക്ക് എക്സാമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. അതിൽ 15 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോർമലി ഓരോ സബ്ജക്റ്റിൽ നിന്നും 10 ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിൽ ഉണ്ടാവുക. ഇന്ന് നമ്മൾ 15 ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഈസി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 15 ചോദ്യങ്ങളാണെങ്കിൽ അതിൽ 10 ചോദ്യങ്ങൾക്ക് മുകളിൽ ശരിയാക്കുക എന്നുള്ളതാണ്. ട്രൈ ടു ആൻസർ മോർ ദാൻ 10 ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് അവർ ടാർഗറ്റ്. നമ്മുടെ ടാർഗറ്റ് അതാണ്. വി ഹാവ് ടു ബി അച്ചീവ് ദ ടാർഗറ്റ്. ആ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ PDF ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിൻ്റെ പേരായിട്ടുള്ള കൊമേഴ്സ് നോളജ് J7 എന്ന് ടെലിഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. അതൊരു ഓപ്പൺ ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പം ചോദ്യം നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 1, ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദം ആർ കറക്റ്റ്. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എക്കണോമിക് എൻവിറോൺമെന്റ് ഇൻവോൾവ്സ് മേക്കിംഗ് പോളിസീസ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് economic system like capitalistic economy, socialistic economy and mixed economy. Statement 2, technological environment consists a lot of changes in the society and attitude of the people behind the society. Okay, these two are the statement given. അപ്പോൾ എങ്ങനെ ഇത് ആൻസർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് പ്രധാനമായിട്ടും 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ബോത്ത് ആർ കറക്റ്റ്, ഓപ്ഷൻ ബി ബോത്ത് ആർ ഇൻകറക്റ്റ്, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് 2 ഓൺലി കറക്റ്റ്. ഇതിന്റെ ആൻസർ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ആൻസർ തന്നിരിക്കുന്നത് സി ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി കറക്റ്റ്. ഇക്കണോമിക് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് പോളിസികൾ ഉണ്ടാക്കുക, ഇക്കണോമിക് സിസ്റ്റം ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി, സോഷ്യലിസ്റ്റിക് ഇക്കണോമി, മിക്സഡ് എക്കണോമി, ഇതൊക്കെയാണ് എക്കണോമിക് എൻവിറോൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. കറക്റ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇക്കണോമിക് എൻവിറോൺമെന്റിലാണ് സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇക്കണോമിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കണോമിക് എൻവിറോൺമെന്റിലാണ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇക്കണോമി ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റിക് ഇക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമി, ഇതൊക്കെ ഇക്കണോമിക് എൻവിറോൺമെന്റിന്റെ ഉള്ളിൽ വരുന്നതാണ്. Then second statement, technological environment consists a lot of changes in the society and attitude of the people. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ടെക്നോളജിക്കൽ എൻവിറോൺമെന്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. അതായത് നമ്മുടെ ടെക്നോളജിക്കൽ എന്തൊക്കെ ആവശ്യങ്ങളാണ്, ടെക്നോളജിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് വരിക. ഇവിടെ നമുക്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ വരുന്നത് കൾച്ചറൽ എൻവിറോൺമെന്റിലാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ വരുന്നത് കൾച്ചറൽ എൻവിറോൺമെന്റിലാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റിൽ എന്നാണ്. ടെക്നോളജിക്കൽ എൻവിറോൺമെന്റിലല്ല വരിക, കൾച്ചറൽ എൻവിറോൺമെന്റിലാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ തെറ്റ്, സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് തെറ്റാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാൻ ശ്രദ്ധിക്കാം. സോഷ്യൽ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ കൾച്ചറൽ എൻവിറോൺമെന്റിലാണ് കസ്റ്റംസ്, റിലീജിയൻ, ആറ്റിറ്റ്യൂഡ്സ് ഇതൊക്കെ വരിക. സോഷ്യൽ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ കൾച്ചറൽ എൻവിറോൺമെന്റ് എന്ന് പറയാം. നമുക്ക് കൾച്ചറൽ എന്നും സോഷ്യൽ എന്നും പറയാം. രണ്ടിനും ഒരുമിച്ചാണ് പറയാം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവിറോൺമെന്റ് ആണ് സാധാരണ ഇതിൽ പറയാറുള്ളത്. അപ്പോൾ ഇതിലാണ് ആറ്റിറ്റ്യൂഡ്സ് ബിഹൈൻഡ് ദ കൺസ്യൂമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്സ്, റിലീജിയൻ, കസ്റ്റംസ് ഇതൊക്കെ വരുന്നത് സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ എൻവിറോൺമെന്റിലാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നത് ടെക്നോളജിക്കൽ എൻവിറോൺമെന്റിൽ എന്നാണ്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ടെക്നോളജിക്കൽ എൻവിറോൺമെന്റിൽ അപ്ഡേറ്റഡ് ടെക്നോളജീസ്, ക്വാളിറ്റീസ് ഓഫ് പ്രോഡക്റ്റ്, ഇന്നോവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെക്നോളജിക്കൽ എൻവിറോൺമെന്റിൽ വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, റിവ്യൂ ഓഫ് മാരിടൈം റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, UNCTAD, IMF, IBRD, നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് ഗിവൺ. ഓപ്ഷൻ എ UNCTAD ആണ് തന്നിരിക്കുന്നത്. യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന UNCTAD ആണ് റിവ്യൂ ഓഫ് മാരിടൈം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് UNCTAD ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അതർ പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
UNCTAD യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട്, റിവ്യൂ ഓഫ് മാരിടൈം റിപ്പോർട്ട്, ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ആഫ്രിക്ക റിപ്പോർട്ട്, വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട്, ദ ലീസ്റ്റ് കൺട്രി ഡെവലപ്മെന്റ് റിപ്പോർട്ട്, ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ഇതൊക്കെയാണ് UNCTAD മറ്റുള്ള റിപ്പോർട്ടുകൾ. ഓക്കെ. Then from the following statements, question number 3, the correct code. Statement number 1, the strategies of the RBI towards the credit control is termed as fiscal policy. And the statement 2, the term license to operate means firms to retain the legitimacy in the eyes of the public. Okay. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൺലി 2 ഈസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് റോങ് ആണ്. ഇവിടെ നോക്കാം. RBIയുടെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. RBIയുടെ പോളിസി അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി. RBIയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി. RBIയുടെ പോളിസി മോണിറ്ററി പോളിസിയാണ്. RBIയുടെ പോളിസി മോണിറ്ററി പോളിസിയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇവിടെ RBIയുടെ പോളിസിയാണെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the term license to operate means firms to retain its legitimacy in the eyes of the public. ലൈസൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പബ്ലിക്കിന്റെ മുമ്പിൽ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ലൈസൻസ് എന്ന് പറയുന്നത്. ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബിസിനസ് സ്ഥാപനം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഓൺലി റൈറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് IMF? ടെക്നിക്കൽ അസിസ്റ്റൻസ്, സർവൈലൻസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് അതായത് ടെക്നിക്കൽ അസിസ്റ്റൻസ്, സർവൈലൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഈ മൂന്ന് ഫംഗ്ഷനും IMFന്റെ ആണ്. ടെക്നിക്കൽ പരമായിട്ടുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സർവൈലൻസ്, ആൻഡ് ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നത് IMFലെ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നതും IMFന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അപ്പോൾ ഈ മൂന്നും വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ വരിക. സർവൈലൻസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, ദീസ് 3 ആർ ദ ഫംഗ്ഷൻസ് ഓഫ് IMF. ഓക്കെ. അതർ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. IMFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. 190 മെമ്പർ കൺട്രീസ് ആണ്. ഏറ്റവും അവസാനം ജോയിൻ ചെയ്ത മെമ്പർ കൺട്രി അൻഡോറയാണ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ക്രിസ്റ്റലീന ജോർജീവയാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ, റീസെന്റ് മാനേജിംഗ് ഡയറക്ടർ. ഇതൊക്കെ കറന്റ് അഫയേഴ്സ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അൻഡോറ എന്ന് പറയുന്ന രാജ്യമാണ് ഏറ്റവും അവസാനമായിട്ട് ജോയിൻ ചെയ്തത്. അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. Then next one, distorted trade and impact of domestic production like given assistance by WTO as domestic support is termed like fertilizer subsidy. WTO കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സും സബ്സിഡിയും ഒക്കെ ഏത് ബോക്സിലാണ് ഉൾപ്പെടുക? അതായത് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നൽകുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സഹായങ്ങൾ നൽകുന്നുണ്ട്. അതായത് സബ്സിഡി കൊടുക്കും, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കും. ഇതൊക്കെ ഏത് ബോക്സിലാണ്, WTOയുടെ ഏത് ബോക്സിലാണ് ഉൾപ്പെടുക? ഫെർട്ടിലൈസേഴ്സ്, സബ്സിഡി ഒക്കെ WTO സഹായം കൊടുക്കുകയാണെങ്കിൽ അത് ഏത് ബോക്സിലാണ് ഉൾപ്പെടുക? ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ്, ബോത്ത് A and B, none of these. ആൻസർ വരാം ആംബർ ബോക്സ് ആണ്. ആൻസർ വരാം. വെയിറ്റ് ഫ്രണ്ട്സ്, ആംബർ ബോക്സ് ആണ് ആൻസർ വരാം. വെയിറ്റ്. ഓക്കെ. അപ്പോൾ ആംബർ ബോക്സ് ആണ് ഫെർട്ടിലൈസേഴ്സ്, സബ്സിഡി ഇങ്ങനെയൊക്കെ WTO സഹായങ്ങൾ കൊടുക്കുന്നതൊക്കെ ആംബർ ബോക്സിന്റെ ഉള്ളിലാണ് വരിക. ഗ്രീൻ ബോക്സിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ ഫ്ലഡ്, നാച്ചുറൽ ക്ലാമിറ്റി, വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ WTO കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഗ്രീൻ ബോക്സിലാണ് വരിക. ഓക്കെ. ബ്ലൂ ബോക്സിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന സപ്പോർട്ട് ആണ്. ഡയറക്റ്റ് ആയിട്ട് ഫാമേഴ്സിനെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ബ്ലൂ ബോക്സിന്റെ ഉള്ളിൽ വരിക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ഓക്കെ. ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, GATT was signed by 97 nations in Geneva on 13th October 1947 and took effect on 1st January 1948. WTOന് തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നതാണ് GATT, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഇത് റീപ്ലേസ് ചെയ്തിട്ടാണ് WTO വന്നത്. അത് മനസ്സിലാക്കുക. WTOക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ് GATT. ഡയറക്ടർ ജനറൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സൂപ്പർവൈസിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഫംഗ്ഷൻസ് ഓഫ് WTO. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി ഇൻകറക്റ്റ്. ഇത് മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഇവിടെ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. GATT സൈൻഡ് ബൈ 23 നാഷൻസ് മാത്രമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നതോ 97 നാഷൻസ് ആണ്. 27 നാഷൻസ് ഉണ്ട്. ദെൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, Director General is responsible for the supervising and administering functions of the WTO.
WTOയുടെ സൂപ്പർവൈസിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഫംഗ്ഷൻ നടത്തുന്നത് ഡയറക്ടർ ജനറലാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ഇൻകറക്റ്റ് വരിക. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. താരിഫ് ബാരിയർ ദാറ്റ് ഇമ്പോസസ് ഓൺ ദ വേരിയബിൾ പ്രൊഡക്ട്സ്. വേരിയബിൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എപ്പോഴും വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, ഇപ്പം തക്കാളിക്കൊക്കെ വില ചിലപ്പോൾ ഇപ്പോൾ കൂടും, ഇന്ന് കൂടും, നാളെ കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വേരിയബിൾ പ്രൊഡക്ട്സിന് മുകളിൽ നമ്മൾ ചുമത്തുന്ന ടാക്സസ് ഏത് പേരിലാണ് അറിയപ്പെടുക? സ്പെസിഫിക് ഡ്യൂട്ടി, ആഡ് വലറൻ ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് താരിഫ്, നൺ ഓഫ് ദീസ്. ഇതിന്റെ ആൻസർ വരിക നൺ ഓഫ് ദീസ് ആണ്. സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി, ഇതിനാണ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടിയാണ് നമ്മളിങ്ങനെ വേരിയബിൾ പ്രൊഡക്ട്സിന്റെ മുകളിൽ ചാർത്തുന്ന പ്രൈസിനെ നമ്മൾ ടാക്സിന് നമ്മൾ സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്നാണ് പറയുക. സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടിയാണ് ഇവിടെ വരിക. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഇവിടെ തരുന്നില്ല. സ്പെസിഫിക് ഡ്യൂട്ടി, ആഡ് വലറൻ ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് താരിഫ്, ഈ മൂന്നെണ്ണമാണ് ഇവിടെ തരുന്നത്. സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി നമ്മുടെ ഓപ്ഷനിൽ തരുന്നില്ല. സോ ദ ആൻസർ ഈസ് സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസർ വരിക. ഇവിടെ ഓപ്ഷനിൽ തരാത്തതുകൊണ്ടാണ്, സ്ലൈഡിംഗ് സ്കെയിൽ ഡ്യൂട്ടി എന്ന ഓപ്ഷനിൽ തരാത്തതുകൊണ്ടാണ് അത് ആൻസർ ആയിട്ട് വരിക. The next question, which of the following is incorrect about FEMA? FEMA contains 49 sections. Section 4 contains holding of foreign exchange. Section 3 contains capital account. Violation of FEMA is civil offense. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആൻസർ സി ആണ്. സെക്ഷൻ 3 contains capital account. സെക്ഷൻ 3 ഫെമയുടെ സെക്ഷൻ 3 പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. സെക്ഷൻ 3 പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടതാണ്. അനദർ ഏരിയാസ്, FEMA contains 49 സെക്ഷൻ തന്നെയാണ് റൈറ്റ് ആൻസർ ആണ്. ഇൻകറക്റ്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെക്ഷൻ 4 contains holding of foreign exchange. സെക്ഷൻ 4 holding of foreign exchange കറക്റ്റ് ആണ്. സെക്ഷൻ 4 തന്നിരിക്കുന്നത് ഫെമയുടെ സെക്ഷൻ 4 holding of foreign exchange ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് ഫെമ. 1999 വരുന്നത്. വയലേഷൻ ഓഫ് FEMA is civil offense. സിവിൽ ഒഫൻസ് എന്ന് പറയുന്നത് നേരത്തെ ഫെമയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഫെറയാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ് ഫെമയ്ക്ക് മുമ്പുണ്ടായിരുന്നത്. അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഫെമ വരുന്നത്. ഫെമ വരുന്നത് 1999 ഓക്കെ, ഫെമയിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് സിവിൽ ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഫെമയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഫെറയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അതിനെ ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ്, ശ്രദ്ധിക്കാം. ഫെമയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിൽ എന്തെങ്കിലും പ്രൊവിഷൻസ് തെറ്റിക്കുകയാണെങ്കിൽ അതിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഫെമ പുതുതായിട്ട് വന്ന ഫെറ റീപ്ലേസ് ചെയ്തിട്ട് ഫെമ വന്നു. ഫെമയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അത് സിവിൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് കെയിം ഇൻ ദ ഇയർ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 1954 ആണ് റൈറ്റ് ആൻസർ. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് നിലവിൽ വന്നത് 1954 ഓക്കെ, 1954. അതർ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓരോ ആക്റ്റും അത് വന്ന ഇയറും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. A foreign company agrees to buy goods and services from the domestic company, and in return, domestic company assists in marketing products manufactured by the foreign company. Which term above mentioned? Buyback, offset, barter, and none of these. Important question, guys. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നമ്മുടെ എക്സാമിന്റെ ന്യൂ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ഫോറിൻ കമ്പനി എഗ്രി ചെയ്യണം, അതായത് ഒരു ഓസ്ട്രേലിയൻ കമ്പനി അല്ലെങ്കിൽ ഒരു US കമ്പനി ഒരു ഫോറിൻ കമ്പനി ആണല്ലോ. US കമ്പനി എഗ്രി ചെയ്യുകയാണ്, ബൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ ഡൊമസ്റ്റിക് കമ്പനി. അതായത് ഇന്ത്യൻ കമ്പനിയുടെ പ്രൊഡക്ട്സ് അമേരിക്കൻ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കോളാം എന്ന് പറയാണ്. അതിന് പകരമായിട്ട് അമേരിക്കൻ കമ്പനി ഇന്ത്യയോട് പറയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ്, അതായത് ഇന്ത്യൻ പ്രൊഡക്ട്സ് ഞങ്ങൾ വാങ്ങിക്കോളാം. പക്ഷെ തിരിച്ച് അവർ പറയുകയാണ്, US-ന്റെ പ്രൊഡക്റ്റ് ഇന്ത്യ മാർക്കറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. US പറയാണ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ഞങ്ങൾ വാങ്ങിക്കോളാം, അതിന് പകരമായിട്ട് ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്ത് കൊടുക്കണം? US-ന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു എക്സ്ചേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ പ്രൊഡക്റ്റ് വാങ്ങാന്ന് പറയാണ്. തിരിച്ച് പറയുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് തരാം. അതായത് US കമ്പനി പറയുന്നു ഇന്ത്യൻ പ്രൊഡക്റ്റ് ഞങ്ങൾ വാങ്ങിക്കോളാം, പകരമായി ഇന്ത്യൻ കമ്പനി US പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് ചെയ്ത് വിൽക്കണം. ഓക്കെ, ഇതിനെ പറയുന്ന പേര് ഓഫ്സെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്.
Okay. Then next question number 11. Read the statements and given the right answer. FEMA provisions are non-compoundable. FEMA provisions നമുക്ക് നേരത്തെ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. FEMA provisions compoundable ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്കറിയാം. കമ്പൗണ്ടബിൾ എന്ന് പറയുന്നത് ഫെമയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അതിനെ സിവിൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സിവിൽ ഒഫൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഫെമയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അവിടെ കമ്പൗണ്ടബിൾ മീൻസ് കോംപ്രമൈസ്. കോംപ്രമൈസിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഫെമയിലെ പ്രൊവിഷൻസ് കോംപ്രമൈസിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോൺ കമ്പൗണ്ടബിൾ എന്നാണ് പറയുന്നത്, കമ്പൗണ്ടബിൾ ആണ് വരിക. അതായത് ഫെമയിലെ പ്രൊവിഷൻസ് എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അവിടെ കോംപ്രമൈസിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കമ്പൗണ്ടബിളിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോൺ കമ്പൗണ്ടബിൾ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് കമ്പൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി. ദെൻ പ്രൈവറ്റ് പാർട്ടീസ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ മാർക്കറ്റ് എക്കണോമി. ഇവിടെ നോക്കാം, ഓപ്ഷൻ ഡി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫ്രീ മാർക്കറ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് പാർട്ടീസിനാണ് മുൻഗണന. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർ ഈസ് കറക്റ്റ്, എ ഈസ് ഇൻകറക്റ്റ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഫെമ പ്രൊവിഷൻസ് ആർ കമ്പൗണ്ടബിൾ ഇൻ നേച്ചർ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്നത് നോൺ കമ്പൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്. നോൺ കമ്പൗണ്ടബിൾ അല്ല, കമ്പൗണ്ടബിൾ ആണ്. ഓക്കെ, ഫ്രീ മാർക്കറ്റ് എക്കണോമിന് മറ്റൊരു പേരാണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ പ്രൈവറ്റ് പാർട്ടീസ് ആണ് മുതലാളിത്തം. നമുക്കറിയാം US ഒക്കെ, അമേരിക്കയൊക്കെ ക്യാപിറ്റലിസ്റ്റിക് കൺട്രിയാണ്. അപ്പോൾ അവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, പ്രൈവറ്റ് പാർട്ടീസ് ആണ് അവിടെ ഭരിക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. വയലേഷൻ ഓഫ് ഫെമ ഈസ് ക്രിമിനൽ ഒഫൻസ്. വയലേഷൻ ഓഫ് ഫെമ ഈസ് സിവിൽ ഒഫൻസ് ആണെന്ന് നമുക്കറിയാലോ. വയലേഷൻ ഓഫ് ഫെമ ഈസ് സിവിൽ ഒഫൻസ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഇത് വായിച്ച് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. വയലേഷൻ ഓഫ് ഫെമ ഈസ് ക്രിമിനൽ ഒഫൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിവിൽ ഒഫൻസ് ആണ് നമുക്കറിയാം. ദെൻ സെക്കൻഡ് വൺ, IMF ഈസ് പോപ്പുലർലി നോൺ ആസ് സോഫ്റ്റ് ലോൺ വിൻഡോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. IDA ആണ്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ആണ്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ആണ് സോഫ്റ്റ് ലോൺ വിൻഡോ ആയിട്ട് അറിയപ്പെടുക. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇതൊരു പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. വയലേഷൻ ഓഫ് ഫെമ ഈസ് സിവിൽ ഒഫൻസ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് ആർ ഇൻകറക്റ്റ്. വയലേഷൻ ഓഫ് ഫെമ ഈസ് സിവിൽ ഒഫൻസ് ആണ്. വയലേഷൻ ഓഫ് ഫെറ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെമയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഫെറയാണ് ക്രിമിനൽ ഒഫൻസ്. ഓക്കെ, ഫെമ സിവിൽ ഒഫൻസും ഫെറ ക്രിമിനൽ ഒഫൻസും ആണ്. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. എൻവിറോൺമെന്റ് ഹാസ് ആൻ ഇമ്പാക്ട് ഫ്രം ദ സപ്ലൈസ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ് ആർ കോൾഡ് മാക്രോ ആസ് വെൽ ആസ് ഇന്റേണൽ എൻവിറോൺമെന്റ്. ICSID ആസ് പാർട്ട് ഓഫ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിതിന് ആൻസർ നോക്കാം. ആൻസർ എ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി ഇൻകറക്റ്റ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ICSID എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്. അത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടുന്നതാണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടുന്ന 5 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRD, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ IDA, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് ICSID, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി MIGM. ഇത്രയും കാര്യങ്ങൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ICSID ആണ്. ICSID വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഉള്ളിലാണ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എൻവിറോൺമെന്റ് ഹാസ് ആൻ ഇമ്പാക്ട് ഫ്രം ദ സപ്ലൈ ടു ഫൈനൽ കൺസ്യൂമർ ആസ് കോൾഡ് മാക്രോ ആസ് വെൽ ആസ് ഇന്റേണൽ എൻവിറോൺമെന്റ്. മൈക്രോ എൻവിറോൺമെന്റ് ആണ് അവിടെ വരിക. മൈക്രോ എൻവിറോൺമെന്റ് ആണ് സപ്ലയർ മുതൽ കൺസ്യൂമർ വരെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് മൈക്രോ എൻവിറോൺമെന്റിലാണ്. അവിടെ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മാക്രോ എൻവിറോൺമെന്റ് എന്നാണ്. ഓക്കെ, അത് തെറ്റാണ്. മൈക്രോ എൻവിറോൺമെന്റ് ആണ് ആൻസർ വരിക. ഓക്കെ, ദെൻ MIGA ഫുൾ ഫോം. 4 options are given: multinational investment guarantee agency, multilateral investment guarantee agency, multi-investment guarantee agency. None of these. Answer multilateral investment guarantee agency ആണ്. MIGA multilateral investment guarantee agency. MIGA multilateral investment guarantee agency. വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ പെടുന്ന 5ാമത്തെ ആണ് multilateral investment guarantee agency എന്ന് പറയുന്നത്. Then option B is the right answer. Multilateral investment guarantee agency. Okay, then question number 15, last question. TNC are very complex type of organization, mixture of global, multinational, international companies. When the global multinational companies adopt the centralized organization structure, a transnational company adopts a very decentralized organizational structure. Then statement 2, SDR created IMF in the year 1969. It consists of major currencies, include 4 currencies. ഇതിന് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻസർ എ ആണ്.
ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി കറക്റ്റ്, 2 തെറ്റാണ്. SDR 5 കറൻസീസ് ആണ് SDR ഉൾപ്പെടുക. IMFന്റെ ഒരു ഭാഗമാണ് SDR എന്ന് പറയുന്നത്. 5 കറൻസീസ് ആണ്. ഏതൊക്കെ കറൻസീസ് ആണ്? US ഡോളർ, യൂറോ, ജപ്പാനീസ് yen, ചൈനീസ് കറൻസി ആയിട്ടുള്ള ചൈനീസ് റെൻമിൻപി, ബ്രിട്ടീഷ് കറൻസി ആയിട്ടുള്ള ബ്രിട്ടീഷ് പൗണ്ട്. ഈ 5 കറൻസിയാണ് SDR ഉൾപ്പെടുക. പേപ്പർ ഗോൾഡ് എന്നാണ് SDR നമ്മൾ അറിയപ്പെടുക. IMFന്റെ പേപ്പർ ഗോൾഡ് രൂപത്തിലാണ് നമ്മളിവിടെ സൂക്ഷിച്ചു വെക്കുക. പേപ്പർ ഗോൾഡ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ 1969. ഓക്കെ. ബാസ്ക്കറ്റ് ഓഫ് 5 കറൻസി, 5 മേജർ കറൻസീസ്. ദെൻ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇവിടെ 4 കറൻസി എന്നാണ് പറയുന്നത്, 5 കറൻസിയാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് വൺ, ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഇത് ഒരു ലെവലാണ്. ഏറ്റവും ആദ്യം ഒരു സാധാരണ ഡൊമസ്റ്റിക് കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യും. സെക്കൻഡ് ലെവലിൽ ഇന്റർനാഷണൽ കമ്പനിയാവും, തേർഡ് ലെവലിൽ മൾട്ടിനാഷണൽ കമ്പനിയാവും, ഫോർത്ത് ലെവലിൽ ഗ്ലോബൽ കമ്പനിയാവും, ഫിഫ്ത്ത് ലെവലിൽ ട്രാൻസ്നാഷണൽ കമ്പനിയാവും. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ഏറ്റവും ഫൈനൽ ലെവലിൽ വരുന്ന, അതായതുകൊണ്ടാണ് ഏറ്റവും കോംപ്ലക്സ് എന്ന് പറയുന്നത്. ലെവൽ നമ്പർ 1, ലെവൽ നമ്പർ 2, ലെവൽ നമ്പർ 3, ലെവൽ നമ്പർ 4 ആൻഡ് ലെവൽ നമ്പർ 5. ഏറ്റവും ഫിഫ്ത്ത് പൊസിഷനിൽ, ഏറ്റവും ഫൈനൽ ഏരിയയിൽ വരുന്നതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്നാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ. ഓക്കെ. TNC എന്ന് പറയുന്നത് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ആണ്. TNC ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ ഓർ കമ്പനീസ്, ട്രാൻസ്നാഷണൽ കമ്പനീസ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വെരി കോംപ്ലക്സ് ആണ്. മിക്സ്ചർ ഓഫ് ഗ്ലോബൽ, ഇന്റർനാഷണൽ, മൾട്ടിനാഷണൽ കമ്പനീസ്. അതായത് ഇവിടെ നോക്കാം, ശ്രദ്ധിച്ചേക്കാം. ആദ്യത്തെ 4 കോമ്പിനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ 4 കോമ്പിനേഷൻ ഡൊമസ്റ്റിക് കമ്പനിയുടെ, ഇന്റർനാഷണൽ കമ്പനിയുടെ, മൾട്ടിനാഷണൽ കമ്പനിയുടെ, ഗ്ലോബൽ കമ്പനിയുടെ കോമ്പിനേഷന്റെ ആണ്. ഏറ്റവും ഫിഫ്ത്ത് ആയതുകൊണ്ട് അതിന് കോമ്പിനേഷനാണ് ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് 1 അത്രേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആവുന്നത്? 4 കറൻസി എന്നാണ് പറയുന്നത്, 5 കറൻസിയാണ് വരിക. ഓക്കെ. സോ അവർ ടാർഗറ്റ് ഈസ് കംപ്ലീറ്റഡ്. താങ്ക് യു ഓൾ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് PDF ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിൻ്റെ പേരായിട്ടുള്ള കൊമേഴ്സ് നോളജ് ജേസൺ എന്ന ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക. അതൊരു ഓപ്പൺ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ PDF നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.